ഹായ് ഡിയേഴ്സ്. LKG കുട്ടികൾ പെൻസിലൊക്കെ പിടിച്ച് തുടങ്ങി. അതിൻ്റെ ഒരു അസ്വസ്ഥത കുട്ടികൾക്ക് നന്നായിട്ടുണ്ട്. ചില കുട്ടികൾക്ക് വർക്ക് ഫാസ്റ്റ് ചെയ്ത് തീർക്കണം. ചില കുട്ടികൾക്ക് പെൻസിൽ പിടിക്കാൻ അറിയാത്ത കാരണം കൊണ്ട് അവർ എഴുതാൻ മടിയാണ്. പിന്നെ വേദന എടുക്കലും അങ്ങനെ. കാരണം പല കുട്ടികളും പല രീതിയിലാണ്. ചിലവർ ഇങ്ങനെ പിടിക്കുന്നവരുണ്ട്, ചിലവർ ഇങ്ങനെ പിടിക്കുന്നവരുണ്ട്, ചിലത് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ അവർക്കത് അറിയില്ല എങ്ങനെയാണ് പെൻസിൽ പിടിക്കുന്നത്. നമ്മളപ്പോൾ അവർക്ക് പഠിപ്പിച്ച് കൊടുക്കണം. ഇതിലെനിക്ക് പേരൻസിൻ്റെ നല്ല ഹെൽപ്പ് വേണം. ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ അതിലേക്ക് വന്നോളും. നമുക്കറിയാം ഈ ടൈപ്പ് പെൻസിലാണ് നമ്മളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നല്ല ഫൈൻ ഷാർപ്പ് സോഫ്റ്റ് ആയിട്ടുള്ള റൗണ്ട് പെൻസിൽസ്. ഈ പെൻസിൽസ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കരുത്. ലേണിംഗ് മൈൻഡ്സിലെ കുട്ടികൾക്ക് ഞങ്ങൾ സപ്ലൈ ചെയ്തിട്ടുള്ളത് ഈ പെൻസിൽസാണ്. കാരണം ഞങ്ങൾ നിങ്ങളോട് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റേഷനറി എല്ലാ സാധനങ്ങളും ഞങ്ങൾ തന്നു കൊടുക്കും. അത് ഞങ്ങൾ സയൻറ്റിഫിക്കലി അതിൻ്റെ റീസൺസ് ഇല്ല കാരണം കൊണ്ടാണ്. ഓക്കെ, അപ്പം ഈ പെൻസിലിൻ്റെ പ്രത്യേകത പേരൻസ് എല്ലാവരും ഒന്ന് തൊട്ട് നോക്കിയാൽ അറിയാം. ഇറ്റ് ഇസ് ട്രയാങ്കുലർ ഇൻ ഷേപ്പ്. പഠിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എഴുതാൻ ഈ 3 ഫിംഗേഴ്സാണ്. തം ഫിംഗർ, ഇൻഡെക്സ് ഫിംഗർ, മിഡിൽ ഫിംഗർ. ഈ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ വേണം നമ്മൾ കുട്ടികളെ എഴുതാൻ പഠിപ്പിക്കേണ്ടത്. ഇതാണ് ഏറ്റവും ഈസി ഫോം ഓഫ് റൈറ്റിംഗ്. നമ്മൾ ഈ പെൻസിൽ കുട്ടികളോട് പറയാം, താഴെ വെച്ചിട്ട് ഒരു ക്രോക്കഡൈൽ, ഒരു കഥ പോലെ ഉണ്ടാക്കുക. ഒരു ക്രോക്കഡൈൽ വന്നു, ക്രോക്കഡൈലിൻ്റെ വായാണത്. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈമേ പെൻസിൽ കളർ പെൻസിൽ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പല്ലൊക്കെ ഉണ്ടാക്കുക. ഇവിടെയും ഇങ്ങനെ പല്ലിങ്ങനെ ഉണ്ടാക്കുക. എന്നിട്ട് അതിങ്ങനെ പിടിക്കാൻ പറയും അവരോട്. ക്രോക്കഡൈലിൻ്റെ വായിൽ പെൻസിൽ വന്നേ, ക്രോക്കഡൈലിൻ്റെ വായിൽ പെൻസിൽ വന്നേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ക്രോക്കഡൈലിൻ്റെ വായാണ്. അതിനകത്ത് പെൻസിൽ കയറിപ്പോയി. അയ്യോ, പെൻസിലിന് വീഴോ? താഴേക്ക് വീഴാതിരിക്കാൻ ഈ ഫിംഗർ, മിഡിൽ ഫിംഗർ വന്നു. ഹെൽപ്പ് 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 ഹെൽപ്പ്, പിടിച്ചു, ഹെൽപ്പ് ചെയ്തു. ഇനി താഴേക്ക് വീഴില്ല കേട്ടാ. പെൻസിലെ ക്രോക്കഡൈലിൻ്റെ വായിന്ന് താഴേക്ക് വീഴില്ല. പിടിച്ചു കണ്ട പെൻസിൽ? ഇങ്ങനെയാണ് നമ്മൾ പെൻസിൽ പിടിക്കേണ്ടത്. ഗോട്ട് ഇറ്റ്? ഈസി അല്ലേ? എങ്ങനെയാണ്? ക്രോക്കഡൈൽ, ഇത് ക്രോക്കഡൈലിൻ്റെ വായാണ്. ക്രോക്കഡൈൽ ഇങ്ങനെ കിടക്കുക. പെൻസിൽ വന്നപ്പോൾ പെൻസിൽ ഇങ്ങനെ പോയി 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 ക്രോക്കഡൈൽ പിടിച്ചു. കണ്ട? അയ്യോ, ഇനി ക്രോക്കഡൈൽ താഴെ വീഴില്ല. ഞാനിതാ വന്ന് ഹെൽപ്പ് ചെയ്തു. മിഡിൽ ഫിംഗർ കണ്ട? മിഡിൽ ഫിംഗർ ഇവിടെ ഇങ്ങനെ വെച്ചു. ഈ 2 സി, ഈ ഫിംഗറിനെ റെസ്റ്റ് ചെയ്യണം പെൻസിൽ. എന്നിട്ട് നമ്മൾ ഈ ഫിംഗർ കൊണ്ട് എഴുതണം. എന്നിട്ട് നമ്മൾ ഇതാ സ്റ്റാൻഡിങ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. ക്രോക്കഡൈലിൻ്റെ വായിലാണ് പെൻസിൽ ഇട്ടാ. ഓക്കെ, അങ്ങനെയാണ് ക്രോക്കഡൈൽ ഇങ്ങനെ പിടിക്കുക. പെൻസിലിനെ ടൈറ്റായിട്ട് പിടിച്ചു, വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സപ്പോർട്ടും കൊടുത്തു. അപ്പോൾ ഈ ഫിംഗേഴ്സൊക്കെ പ്രശ്നമാണെന്നാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളൊരു ടിഷ്യൂ ഇങ്ങനെ മടക്കി 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 ഇവിടെ വെച്ചുകൊടുക്കും. പിടിക്കുക. അപ്പോൾ ഇതിനെ പിടിച്ചു, ഈ 3 ഫിംഗേഴ്സും പിടിച്ചു. ഇതൊന്നും ഇങ്ങനെ സപ്പോർട്ടിന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 ഫിംഗേഴ്സ് എന്താ ഇളകാൻ പാടില്ല, താഴെ വീഴാൻ പാടില്ല. ഇങ്ങനെ. എന്നിട്ട് സ്റ്റാൻഡിങ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ, സ്റ്റാൻഡിങ്. ഇങ്ങനെ നിങ്ങൾ മക്കളെ കൊണ്ട് പെൻസിൽ പിടിപ്പിച്ചാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫിംഗറിൽ, ഈ 2 ഫിംഗർ പെൻസിൽ ഗ്രിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന് പെൻസിൽ റെസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഗ്രാസ്പിംഗ് പവറും ഗ്രിപ്പിംഗ് പവറും രണ്ടും ഒരേ സമയത്ത് വർക്ക് ചെയ്യും. കുട്ടിക്ക് എഴുതുമ്പോൾ വേദന വരില്ല. ചില ആൾക്കാർ ഈ 3 ഫിംഗേഴ്സ് ഇങ്ങനെ എഴുതുമ്പോൾ ഇവിടുത്തെ എല്ലുകൾക്ക് വേദന വരും. നമ്മൾ ചെറിയ ഫൈൻ നരമ്പുകളുണ്ട്, അതിനും വേദന വരും. ഓക്കെ, ഇതൊരു ടെക്നീക്കാണ്. അടുത്ത ടെക്നീക്ക് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ വീട്ടിലെല്ലാവരുടെ കയ്യിലും എല്ലാ അമ്മമാരെ തലയിൽ കെട്ടുന്ന സാധനം ഇടും. ഈ സാധനം നമ്മൾ ഫിംഗേഴ്സ് ഇങ്ങനെ പിടിക്കുക. L ഷേപ്പ്, സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. എന്നിട്ട് ഇതിങ്ങനെ വയ്ക്കുക, ഇതിങ്ങനെ വയ്ക്കുക. ഭയങ്കര ടൈറ്റ് ഇലാസ്റ്റിക് വേണ്ട, നിങ്ങൾ പഴയത് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ പെൻസിൽ ഇങ്ങനെ അടിയിന്ന്, പെൻസിൽ എന്ത് ചെയ്യണം? അടിയിന്ന്. ഓക്കെ, ഇങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല. ഇങ്ങനെ പെൻസിൽ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ ആക്കി, പെൻസിലിൽ ഇങ്ങനെ കുത്തുന്ന പോലെ ഇങ്ങനെ ആക്കി എന്ത് ചെയ്യണം? ഇതിനെ ഇങ്ങനെ. എന്നിട്ട് പെൻസിലിനെ പിടിക്കുക. ഈ ഫിംഗർ വീണ്ടും ഇതിന് റെസ്റ്റ് കൊടുക്കും. ഇങ്ങനെയും പിടിച്ചിട്ട് സ്ലീപ്പിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള 3rd സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, സോക്സ്.
ചെറിയ കുട്ടികളുടെ സോക്സ് ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ സോക്സ് ഉണ്ട്. അപ്പോൾ സോക്സിൻ്റെ ഈ 2 ഫിംഗേഴ്സ് മാത്രം പുറത്ത് വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്യുക. 2 സൈഡ് ചെറിയ ഹോൾ സോക്സിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് ബാക്കി ഫിംഗേഴ്സൊക്കെ ക്ലോസ്ഡ് ആണ്. ഇതിങ്ങനെ പിടിച്ച് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പെൻസിലിന് ഈ ഒരു സപ്പോർട്ട് വരും ഇങ്ങനെ. എന്നിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. ബാക്കി ഫിംഗേഴ്സൊക്കെ ഉള്ളിൽ ഈ 2 ഫിംഗേഴ്സ് മാത്രം. അങ്ങനെ പെൻസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പെൻസിൽ ഇതാണ് നമ്മുടെ പെൻസിൽ പിടിക്കേണ്ട പൊസിഷൻ. ഓക്കെ, ഇങ്ങനെ മാത്രം. ഇങ്ങനെയാണ് പെൻസിൽ പിടിക്കേണ്ടത്. ബാക്കിൽ നോക്ക്, ഇങ്ങനെ വരണമെന്ന് കൈ, ഫ്രണ്ടിൽ നോക്ക്, ഇങ്ങനെ. പെൻസിലിനെ പിടിച്ചു, അലിഗേറ്റർ അല്ലെങ്കിൽ ക്രോക്കഡൈൽ പിടിച്ചു, ഇങ്ങനെ റെസ്റ്റ് പോയി, ഇവിടെയും റെസ്റ്റ് കൊടുത്തു. പെൻസിൽ വീഴാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും പിടിച്ചു. റെസ്റ്റ് 2 പോയിന്റിൽ റെസ്റ്റ്. എന്നിട്ട് ഈ പെൻസിൽ അങ്ങനെ പിടിക്കാൻ നല്ല സുഖമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. കുട്ടികൾക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരില്ല. പേരൻസ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇതൊരു ഈസി സിമ്പിൾ വീഡിയോ ആണ്. പ്രൊമോഷന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നുമല്ല, നമ്മുടെ മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബിലും ഇടുന്നുണ്ട്, ലേണിംഗ് മൈൻഡ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ. താങ്ക് യു.